ഹലോ മക്കളെ, വീണ്ടും ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ ചോദ്യം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇതുവരെ നമ്മൾ ചെയ്ത രണ്ട് ചോദ്യങ്ങൾ എന്താണ്, വളരെ സിമ്പിളാണ്. കുറച്ച് ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടുന്നതായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം നോക്കിക്കോളൂ. 5 മാർക്കിന് കഴിഞ്ഞ വർഷം 2024 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ 2024 എക്സാം പേപ്പറിൽ അത്യാവശ്യം മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഈ നിമിഷം മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന 5 മാർക്കിന് എന്താണ് ഇതിൽ ചെയ്യേണ്ടത്. ചോദ്യം നമ്മളോട് പറഞ്ഞത് ഫൈൻഡ് സേവിങ്സ് APC, MPC, APS, MPS ഇൻ ദ ഗിവൺ ബിലോ. അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന 5 കോളത്തിലും ഓരോന്നിനും ഓരോ മാർക്കാണ്. സേവിങ്സ് കംപ്ലീറ്റ് കണ്ടുപിടിച്ചാൽ 1 മാർക്ക് കിട്ടും, MPC കണ്ടുപിടിച്ചാൽ 1 മാർക്ക്, MPS കണ്ടുപിടിച്ചാൽ 1 മാർക്ക്. അങ്ങനെയാണ് നമുക്കിവിടെ പോകുന്നത്. അത് വേണം നമുക്കിവിടെ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞത് APC, APS, MPC, MPS, സേവിങ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതായത് നമുക്കുണ്ടായിരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. മാക്രോയിലെ 4ാമത്തെ ചാപ്റ്ററിനാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം മാക്രോയിൽ ഇപ്പോൾ എത്ര ചോദ്യമായി, 2 ചോദ്യങ്ങളല്ലേ. നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഏകദേശം 9 മാർക്കോളം ഈ 2 ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതിനാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു ടേബിൾ മാറ്റി വരക്കണ്ടോ. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മറ്റൊരു ടേബിൾ ഇവിടെ മാറ്റി വരക്കുന്നു. അപ്പോൾ ഞാനിനി ഈ വാല്യൂസ് ഒക്കെ ഇങ്ങോട്ട് മാറ്റി ചെയ്താൽ കേട്ടോ. നോക്കണേ, ഇൻകം 15,000, 20,000, 25,000, 30,000. എന്താണ് ഫസ്റ്റ് കോളം? ഫസ്റ്റ് കോളത്തിൽ നമുക്ക് തന്നിരുന്ന ഇൻകം ആണ്. എത്രയ്ക്കാണ് വന്നിരുന്നത്? 15,000, 20,000, 20,000, പിന്നെ 25,000, പിന്നെ എത്ര വന്നിരിക്കുന്നത്? 30,000. ഇനി അടുത്തത് നമ്മുടെ കൺസംഷൻ ആണ് അടുത്ത കോളം അല്ലേ. അടുത്ത കോളം എന്താണ്? കൺസംഷൻ. നമുക്കറിയാം ചെലവാണ് അല്ലേ. ചെലവിനെ കുറിച്ച് വന്നിരിക്കുന്നത്. ചെലവ് എത്രയ്ക്ക് തന്നെ? 15,000, 18,000, 21,000, 23,500. 15,000, പിന്നെ 18,000, 21,000, പിന്നെ എത്രയാണ്? 23,500 രൂപ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൺസംഷൻ തന്നിട്ട്, ഇനി നമുക്ക് വേണ്ടതാണ്, ഇവിടെ നമ്മൾ കൺസംഷനും കണ്ടെത്തി, അതുപോലെ തന്നെ നമുക്കിനി വേണ്ടത് സേവിങ്സ് ആണ്. എന്താ വേണ്ടത്? സേവിങ്സ് ആണ് അടുത്തത് വേണ്ടത് അല്ലേ. അപ്പോൾ സേവിങ്സ് ആണ് ഞാനിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സേവിങ്സിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. എത്രയ്ക്ക് സേവിങ്സിൻ്റെ വാല്യൂ? അപ്പോൾ സേവിങ്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താം. നമുക്കറിയാം കൺസംഷനും ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയുന്ന ഇക്വേഷനാണ് Y = C + S എന്നാണ് അല്ലേ. അതായത് ഒരാളുടെ ഇൻകം, അയാൾക്ക് കിട്ടുന്ന ഇൻകത്തിൽ അയാൾ എന്ത് ചെയ്യുന്നു? കൺസംഷൻ ചെയ്യും, സേവിങ്സ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? സേവിങ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. സേവിങ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സേവിങ്സ് കാണാൻ ഈസിയാണ് ഇക്വേഷൻ. അതായത് സേവിങ്സ് = ഇൻകം മൈനസ് കൺസംഷൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇൻകം എന്ന് പറയുന്ന Y എന്ന് പറയുന്നത് ഇവിടെയുണ്ട്, കൺസംഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സേവിങ്സ് ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 15,000 നിന്നും ആദ്യം ഓരോ Yയിൽ നിന്നും C കുറക്കുക. 15,000 - 15,000 എത്ര കിട്ടുക? 0. അടുത്തത് 20,000 18,000 കുറച്ചാൽ കിട്ടും 2,000 എന്ന് കിട്ടും അല്ലേ. 2,000. അടുത്തത് 25,000 21,000 കുറച്ചാൽ നമുക്ക് കിട്ടും 4,000 എന്ന് കിട്ടും. ആൻഡ് നെക്സ്റ്റ് 30,000 23,500 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 6,500 എന്ന് ഉത്തരം കിട്ടും അല്ലേ. അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മളിവിടെ ചെയ്തു വെച്ചു. എന്താ ചെയ്തത്? നമ്മളിവിടെ സേവിങ്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇനി അടുത്ത കോളം നമുക്ക് നോക്കാനുള്ളത് MPC, APC അതൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം എഴുതുന്നു APC, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. ഇക്വേഷൻ എന്താണ്? C/Y എന്നാണ്. അടുത്തത് MPS ആണ്, MPC ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താ? ΔC/ΔY എന്നാണ്. അടുത്തത് APS ആണ്. APS എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്നതിന് പകരം S/Y എന്ന് വരുന്നു. ആൻഡ് ലാസ്റ്റ് വൺ MPC എന്ന് പറഞ്ഞ പോലെ തന്നെ MPS ആണ്. ഇക്വേഷൻ എന്താ? ΔS/ΔY എന്നാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാണ്. ഇനി ബാക്കി നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ APC നമുക്ക് ഇത് കണ്ടുപിടിക്കാം. APC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഈ C/Y ആണ്. ഫസ്റ്റ് കൺസംഷൻ 15,000, 15,000 / 15,000 എത്ര കിട്ടുക? നമുക്ക് നോക്കാം. 15,000 / 15,000 എത്ര ഉത്തരം വരിക? വേറെ ഏതുമല്ല ഉത്തരം 1 എന്നാണ് വരിക. അപ്പോൾ ഫസ്റ്റ് APC 1 ആണെന്ന് കിട്ടി. ഇനി അടുത്ത് നോക്കാം. ഈ പറഞ്ഞ 18,000 / 20,000 അല്ലേ. അപ്പോൾ എത്ര കിട്ടുക? 18,000 / 20,000. നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ചൊന്ന് ചെയ്ത് നോക്കി, ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 18,000 / 20,000 എന്ന് പറഞ്ഞാൽ 0.9 എന്നാണ് കിട്ടുക. എത്ര കിട്ടുക? 0.9 എന്നാണ് കിട്ടുക. കാരണം ഈ 18,000 20,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത്രയാണ് കിട്ടുക. ഇനി അടുത്ത വാല്യൂ നമുക്ക് നോക്കാം. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 21,000 / 21, 21,000 / 25,000. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 21,000 / 21, 21,000 നമ്മൾ എന്ത് ചെയ്യുന്നു? 21,000 / 25,000 എത്ര വരിക? 0.84 എന്ന് വരും. 0.84 എന്നാണ്
നമ്മുടെ വാല്യൂ വരിക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് 23,500 അഥവാ 23,500 ഡിവൈഡ് ബൈ 30,000 എത്ര ഉത്തരം വരെ നോക്കിയേ? 23,500 ഡിവൈഡ് ബൈ 30,000 എന്നതിന് നമുക്ക് ഉത്തരം എത്ര വരിക? ഉത്തരം വരുന്നത് വേറെ എത്രയല്ല 0.78 എന്ന് വരും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, APC കുറഞ്ഞുകൊണ്ടിരിക്കുക. 1, 0.9, 0.84, 0.78 APC ഓരോ തവണയും കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. ഇനി അടുത്ത് MPC ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. MPC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? MPC ആണ് ഡെൽറ്റ സി ആണ്. ഡെൽറ്റ സി ആണ് രണ്ട് കൺസംഷൻ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ രണ്ട് കൺസംഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കൺസംഷൻ്റെ അവിടെ ബ്ലാങ്ക് ആണ്. നമുക്കവിടെ ക്വസ്റ്റ്യൻ തന്നെ ഓൾറെഡി നമുക്കവിടെ ബ്ലാങ്ക് ഇട്ടാൽ തരും കേട്ടോ. കണ്ടോ, ഫസ്റ്റ് കോളം എല്ലാം ബ്ലാങ്ക് ഇട്ടിട്ടാണ് നമുക്ക് തരിക. അപ്പോൾ നമ്മൾ ആ ബ്ലാങ്ക് വെച്ചിട്ട് നമ്മൾ ചെയ്തു പോയാൽ മതി. ഓക്കെ ഫൈൻ. MPC നമ്മൾ ബ്ലാങ്ക് വെക്കുന്നു, ബ്ലാങ്ക് വെച്ചു. നെക്സ്റ്റ് നമുക്ക് അവിടെ വേണ്ടത് അടുത്ത കാര്യം എന്ന് പറയുന്നത് നോക്കണേ. യെസ്, MPC ഞാനവിടെ ബ്ലാങ്ക് ചേർത്തു. അടുത്തത് രണ്ട് കൺസംഷൻ തമ്മിലുള്ള വ്യത്യാസം, അതായത് 15,000 18,000 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3,000 ആണ് അല്ലേ. അപ്പം 3,000 ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് നോക്കി നിങ്ങളിവിടെ 15,000 അതേപോലെ 20,000 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5,000. അപ്പോൾ എത്ര നമ്മുടെ ഇക്വേഷൻ വരിക? 3,000 ഡിവൈഡ് ബൈ 5,000 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 0.6 ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ 3 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 0.6. എത്ര വരുന്നത്? 0.6 ആണ് വരിക അല്ലേ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അടുത്ത കൺസംഷൻ തമ്മിലുള്ള വ്യത്യാസമാണ്. 18,000 21,000 തമ്മിലുള്ള വ്യത്യാസത്തിനാണ്. 21,000 18,000 തമ്മിലുള്ള വ്യത്യാസവും 3,000 തന്നെ. അപ്പോൾ 3,000 ഡിവൈഡ് ബൈ എഗെയിൻ നോക്കാം 20,000 25,000 തമ്മിലുള്ള വ്യത്യാസം 5,000 തന്നെ അല്ലേ. സെയിം വാല്യൂ എഗെയിൻ. അപ്പോൾ എത്ര കിട്ടുക? സെയിം വാല്യൂ എന്ന് പറയുമ്പം 0.6 തന്നെ കിട്ടും അല്ലേ. നെക്സ്റ്റ് നമുക്കിനി അടുത്ത് ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞിരിക്കുന്ന 21,000 23,500 തമ്മിലുള്ള വ്യത്യാസം കാണണം. അപ്പോൾ എത്ര വരിക? 23,500 മൈനസ് 21,000 എത്ര വരിക? 2,500 ആണ് വരിക അല്ലേ. അപ്പോൾ 2,500 എന്ന് കിട്ടും. 2,500 ഡിവൈഡ് ബൈ എത്രയാണ്? 25,000 30,000 തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 5,000 ആണെന്നറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരിക? 0.5 എന്നാണ് വരിക. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, MPC എന്ത് ചെയ്യുന്നുണ്ട്? മാറി മാറി കിട്ടുന്നുണ്ട് അല്ലേ. ഇനി APS കാണണം. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് നമുക്കൊന്നുമില്ല, അതുകൊണ്ട് 0 ആണ് തന്നിട്ട്, അതുകൊണ്ട് നമുക്കൊന്നും കണ്ടുപിടിക്കാനില്ല. നമ്മൾ ബ്ലാങ്ക് ഇട്ട് വെച്ചു. രണ്ടാമത് നോക്കുക നിങ്ങളിവിടെ. രണ്ടാമത് സേവിങ് 2,000 അതുപോലെ നമ്മുടെ സേവിങ്സ് 2,000 എന്നാൽ ഈ പറഞ്ഞ ഇൻകം എത്രയാണ്? 20,000 അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരിക? 2,000 ഡിവൈഡ് ബൈ 20,000. ഓക്കെ, 2,000 ഡിവൈഡ് ബൈ 20,000 എന്ന് പറയുമ്പോൾ എത്ര വരിക? ഈ പറഞ്ഞിരിക്കുന്ന 2,000 ഡിവൈഡ് ബൈ 20,000 എന്ന് പറയുമ്പോൾ 0.1 എന്ന് വരും. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്ററിൽ എങ്ങനെ മാക്സിമം ചെയ്ത് പോയിക്കോട്ടോ, അല്ലാതെ മനക്കണക്ക് ചെയ്ത് സമയം തെറ്റിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് പോവുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 4,000 4,000 എന്നാണ്. 4,000 ഡിവൈഡ് ബൈ 25,000 4,000 ഡിവൈഡ് ബൈ 25,000 എത്ര ഉത്തരം കിട്ടും നോക്കിയേ? 4,000നെ 25,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 4,000 ഡിവൈഡ് ബൈ 25,000 എത്ര വരിക? 0.16 എന്നാണ് കിട്ടുക. 0.16 എന്നാണ് നമ്മുടെ വാല്യൂ കിട്ടുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എത്ര സേവിങ്സ്? 6,500 30,000 ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 6,500 ഡിവൈഡ് ബൈ 30,000. ഓക്കെ, 30,000 നമുക്ക് നോക്കാം. 6,500 ഡിവൈഡ് ബൈ 30,000 എന്ന് പറയുമ്പോൾ എത്ര വരിക? 0.21 എന്ന് വരിക അല്ലേ. 6,500 ഡിവൈഡ് ബൈ 30,000 എത്ര വരിക? 0.21 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ വാല്യൂസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, MPS വെറുതെ കണ്ടുപിടിക്കാൻ നിൽക്കരുത്. അതുപോലെ APS നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണമെന്നില്ല. അതിനൊരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞു തരട്ടെ, നോക്കിക്കോട്ടെ. അതായത് നമുക്ക് ആദ്യം കിട്ടിയ APCയും APSും MPS ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് തമ്മിലുള്ള റിലേഷൻ കിട്ടിയാൽ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ പഠിച്ചോളൂ. നമ്മുടെ APCയും അതേപോലെ APSും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1 ആയിരിക്കും എപ്പോഴും കിട്ടുക. ഓക്കെ, അതേപോലെ നമ്മുടെ APC കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഈ പറഞ്ഞ 1ൽ നിന്നും APS കുറച്ചാൽ മതി. ഓക്കെ, അതേപോലെ നമ്മൾ പറഞ്ഞ APS കാണാനാണെങ്കിൽ 1ൽ നിന്നും APCയും കുറച്ചാൽ മതി. ഈ ഒരു റിലേഷൻ ഉണ്ട്. ഇനി അതേപോലെ മറ്റൊരു റിലേഷൻ കൂടി ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി പോപ്പുലർ ആയിരിക്കും. അതായത് നമ്മുടെ MPCയും പ്ലസ് MPSും ഇവർ രണ്ടുപേരെയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടുമെന്ന് പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ മറ്റൊന്ന് ഈ പറഞ്ഞ MPC കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1ൽ നിന്നും MPS അങ്ങോട്ട് കുറച്ചാൽ മതി. അതേപോലെ MPS ആണ് കിട്ടാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ 1ൽ നിന്നും നമ്മൾ MPCയും അങ്ങോട്ട് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ ഈ ഒരു ലോജിക്ക് നിങ്ങൾ ക്രക്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് വൃത്തിയായിട്ട് ഇത് പഠിച്ചു വെക്കുക. കാരണം ഈ ഇക്വേഷൻ വളരെ സിമ്പിളാണ്. അതായത് എന്താണ് ഇതിൻ്റെ ലോജിക്ക്? സംഗതി ഇത്രയുള്ളൂ. ഇപ്പം നോക്കിയേ, 8 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ 2 കൂട്ടണം 6 ചെയ്യും അല്ലേ. അപ്പോൾ 6 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 8ൽ നിന്നും 2 കുറച്ചാൽ മതി.
2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ 8ൽ നിന്നും 6 കുറച്ചാൽ മതി അല്ലേ? ഇതിൻ്റെ അതേ ലോജിക്കാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതേ ലോജിക്കാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ആ ലോജിക്ക് വെച്ച് നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ നോക്കാം. APC നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു 1 തന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല അല്ലേ? ഇനി അടുത്ത 0.9 ആണ്. 0.9 ആണ് APC എന്നെങ്കിൽ APS എത്രയായിരിക്കും? ആ 1ൽ നിന്ന് 0.9 അടച്ചാൽ ബാക്കി എത്ര കിട്ടുക? 0.1 കിട്ടുക. അത് തന്നെയാണ് നമ്മളവിടെ എഴുതി വെച്ചത് അല്ലേ? ഇനി ഓക്കെ 0.84 അത് 1 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 0.16 കിട്ടുക. ഓക്കെ, അതേപോലെ 0.78 അത് 1 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 0.216 തന്നെ കിട്ടുക. അപ്പോൾ സെയിം ആയിട്ടുള്ള വാല്യൂ കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇത് വെറുതെ ചെയ്ത് സമയം കളയരുത്. ഈ പറഞ്ഞ APCയോ MPSO ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഇക്വേഷൻ്റെ ഭാഗം അപ്ലൈ ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം? ബാക്കിയുള്ള കണ്ടുപിടിക്കുന്നത് കാണിച്ചു തരാം. നോക്കിക്കോട്ടെ, നമ്മുടെ MPS കണ്ടുപിടിക്കാൻ. MPC ഫസ്റ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അവിടെയും ബ്ലാങ്ക് ഇടുന്നു. MPS നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം 0.6 ആണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര വരിക? 1 - 0.6 എത്ര കിട്ടുക? 0.4. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഈ സംഖ്യ വെച്ച് ചെയ്ത് നോക്കാം. അടുത്തതും 0.6 തന്നെയാണ് അല്ലേ? അപ്പോൾ 1 - 0.6 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.4 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് വൺ 0.5 ആണ്. അപ്പോൾ 1 - 0.5 എന്ന് ചെയ്യുക. എത്ര ഉത്തരം കിട്ടുക? 0.5 എന്ന് തന്നെ കിട്ടും. അപ്പോൾ നോക്കിയാൽ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും എല്ലാവർക്കും ചോദ്യം വരുമ്പോൾ ഈ ടോപ്പറും സാധാരണ മാർക്ക് വാങ്ങുന്നതിന് തമ്മിലുള്ള വ്യത്യാസം തരണം. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞ ടോപ്പേഴ്സ് ഏറ്റവും പെട്ടെന്ന് ചെയ്തു തരും. എക്സാം ആണല്ലോ എല്ലാവർക്കും 2.5 മണിക്കൂർ സമയമായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്കും എല്ലാവർക്കും 2.5 മണിക്കൂറായിരിക്കും. ആ 2.5 മണിക്കൂറിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുക. കാരണം അവസാനം നമുക്ക് സമയം തികഞ്ഞില്ല എന്ന പ്രശ്നം വരരുത്. സമയം ബാക്കിയായ കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സമയം ഉണ്ടായിരിക്കും. പക്ഷേ അല്ലാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം മിസ്സായി പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തായാലും പരീക്ഷയ്ക്ക് ഇത്തവണ നോക്കിക്കോട്ടോ, എന്തായാലും നമ്മുടെ പരീക്ഷയ്ക്ക് ഇത്തവണ വരാൻ പോകുന്ന വലിയൊരു ഭാഗമാണ് APC എന്ന് പറയുന്നൊരു ഭാഗം ചോദിക്കും. അതേപോലെ APSുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. അതേപോലെ MPCയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. ആൻഡ് ഫൈനലി MPSുമായിട്ടുള്ളതും ചോദിക്കും. ഈ 4 ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും. പഠിച്ചു വെച്ച് ചോദിക്കോ. മിനിമം നിങ്ങൾക്ക് ഇത് ചോദിക്കുകയാണെങ്കിൽ മിനിമം ഒരു 2 മാർക്കിനെങ്കിലും ഇവരെ ചോദിക്കാം. മാക്സിമം നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ 5 മാർക്കിൻ്റെ ചോദ്യത്തിലും ഇവർ വരാം. ഓക്കെ, അപ്പം ഈ 2 മുതൽ 5 മാർക്ക് വരെയുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇത് ഇനി റിപ്പീറ്റ് ചെയ്ത് വെച്ചാൽ ഇതല്ലെങ്കിൽ മറ്റൊരു മോഡൽ എന്ത് ചെയ്യും? ഇതേപോലെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വീണ്ടും കാണുന്നതായിരിക്കും. 1 second, it's me, Sal Sabin, signing out from Jod. Happy learning all. Bye.